നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തമിഴ്നാട് വാൽപ്പാറയിൽ മലയാളി സംഘം സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ 9 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പേർ സ്ത്രീകൾ. മലപ്പുറം പാങ്ങ LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. അടിപ്പാത നിർമ്മാണം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ശനിയാഴ്ച രാത്രി മുതൽ 6 ദിവസത്തേക്ക് നിരോധിക്കും. തൃശൂർ ചാവക്കാട് പാതയിലെ കടാംതോട് പാലത്തിന്റെ സുരക്ഷയിൽ ആശങ്ക. പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി വൈകുന്നു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ചേലക്കര തൊഴുപ്പാടം പത്തുതീപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി ലക്ഷ്മിക്കുട്ടിയുടെ ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. തമിഴ്നാട് വാൽപ്പാറയിൽ മലയാളി സംഘം സഞ്ചരിച്ച ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. മലപ്പുറം ജില്ലയിലെ പാങ്ങ പള്ളിപ്പറമ്പ് LP സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ അധ്യാപക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. വാൽപ്പാറയിലെ ഹെയർപിൻ വളവുകൾക്ക് സമീപമാണ് അപകടമുണ്ടായത്. തമിഴ്നാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുതര പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച വൈകിട്ട് 5-നാണ് നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. കൊടും വളവുകൾ നിറഞ്ഞ പാതയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാടാനപ്പിള്ളി KTS ഐസ് പ്ലാന്റിന് സമീപം ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എളവള്ളി സ്വദേശി മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മൊയ്നുദ്ദീൻ ജീസ്തിയാണ് മരിച്ചത്. വാടാനപ്പിള്ളിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും എളവള്ളിയിൽ നിന്ന് അഞ്ചാങ്കല്ല് വഴി വാടാനപ്പിള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ടോറസിന് അടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ഏങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുരുവായൂർ സ്വദേശി മരിച്ചു. പുത്തമ്പള്ളി പിഷാരത്ത് 21 വയസ്സുള്ള ആദർശാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14-ന് കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചുവരുന്നതിനിടെയായിരുന്നു അപകടം. ദേശീയപാത ചാലക്കുടി സർവീസ് റോഡിൽ പനമ്പിള്ളി പ്രതിമയ്ക്ക് സമീപം ബസിന്റെ പിന്നിൽ ലോറിയിടിച്ച അപകടം. ആളപായമില്ല. ലോറിയിൽ ഉണ്ടായിരുന്ന 1 ലക്ഷത്തോളം മുട്ടകൾ നശിച്ചു. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇന്റർസ്റ്റേറ്റ് ബസിനെ മറികടക്കാൻ ശ്രമിച്ച മറ്റൊരു ബസിന്റെ പിന്നിലാണ് നാമക്കലിൽ നിന്ന് ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചത്. ആയിരക്കണക്കിന് മുട്ടകൾ ദേശീയപാതയിൽ ചിതറി വീണു. ഇതോടെ പരിസരത്ത് രൂക്ഷമായ ദുർഗന്ധം പടർന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് റോഡ് വൃത്തിയാക്കിയത്. എരുമപ്പെട്ടി നെല്ലുവായ സെന്ററിൽ നിയന്ത്രണം വിട്ട് കോളേജ് ബസും കാറിലും മറ്റൊരു ബസിലും ഇടിച്ചു. തൃശൂരിൽ നിന്നും വിദ്യാർത്ഥികളുമായി എടപ്പാളിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ കോളേജ് ബസ് മുന്നിൽ പോയിരുന്ന സ്വകാര്യ ബസിന്റെയും എതിരെ വന്നിരുന്ന കാറിന്റെയും വശങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ബ്രേക്കിന് തകരാർ സംഭവിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്ന് കയ്യിൽ തെറിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബസിന്റെ ജാമായ ഡോർ നാട്ടുകാർ തള്ളി തുറന്നാണ് വിദ്യാർത്ഥികളെ പുറത്തിറക്കിയത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പടിഞ്ഞാറ് വശത്തുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ശനിയാഴ്ച രാത്രി 9 മുതൽ 6 ദിവസത്തേക്ക് പൂർണ്ണമായും നിരോധിക്കും. പകരം കിഴക്കുഭാഗത്തുള്ള പാലത്തിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ ഓരോ വരി വീതം കടത്തിവിടും. കൊരട്ടി മേഖലയിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി തൃശൂർ റൂറൽ പോലീസ് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തൃശൂർ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ കോട്ടമുറിയിൽ നിന്നും തിരിഞ്ഞ് സാജോ നഗർ, പാറക്കൂട്ടം, കിൻഫ്ര, കോനൂർ, പെരുമ്പി വഴി ദേശീയപാതയിലേക്ക് തിരിച്ചുവിടും. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ ചിറങ്ങര മേൽപ്പാലം വഴി തിരിഞ്ഞ് ദേവമാത, കൊരട്ടിപ്പള്ളി, കാടുകുറ്റി, മുരുങ്ങൂർ വഴി ദേശീയപാതയിലേക്ക് പ്രവേശിക്കണം. തൃശൂർ ചാവക്കാട് പാതയിലെ കടാംതോട് പാലത്തിന്റെ സുരക്ഷയിൽ ആശങ്ക. പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി വൈകുന്നു. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ കൈവരികൾ വാഹനമിടിച്ച് വീണ്ടും തകർന്നിരുന്നു. ഇതോടെ നേരത്തെ അസ്ഥിവാരമിളകി അപകടാവസ്ഥയിലായിരുന്ന പാലം കൂടുതൽ ദുർബലമായി.
മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇടിച്ച ഭാഗത്ത് ഇരുമ്പ് ഷീറ്റും റിബണും കെട്ടി താൽക്കാലിക അപകട സൂചന നൽകിയിരിക്കുകയാണ്. വാഹനത്തിരക്കേറിയ അമലനഗർ പാവർട്ടി റൂട്ടിലാണ് പാലം. 1937 കടാംതോട് പാലം നിർമ്മിച്ചത്. കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ച പാലത്തിന്റെ അടിത്തറയിലെ കാലുകളെല്ലാം ഇളകിയ നിലയിലാണ്. ഇടുങ്ങിയ പാലത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷം. അടിക്കടി അപകടങ്ങളുണ്ടാകുന്ന പാലം വീതി കൂട്ടി പുതുക്കി പണിയണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ്. 12 വർഷം മുൻപ് അധികൃതർ പുതിയ പാലത്തിനായുള്ള പരിശോധനകൾ പൂർത്തിയാക്കി. കഴിഞ്ഞ കാലങ്ങളിൽ പലതവണയായി സർക്കാരിന്റെ ബജറ്റിൽ പാലം നിർമ്മാണം ഇടം പിടിച്ചു. എസ്റ്റിമേറ്റും ഡിസൈനും തയ്യാറാക്കി സർക്കാരിന്റെ ഭരണാനുമതിക്ക് സമർപ്പിച്ചു. എന്നാൽ ഭരണാനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. എസ്റ്റിമേറ്റ് തുകയിൽ കുറവ് വരുത്തി പുതിയ എസ്റ്റിമേറ്റും പാലത്തിന്റെ ഉയരം കുറച്ച് പുതിയ ഡിസൈനും സർക്കാരിന് സമർപ്പിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഇതോടെ കടാംതോട് പാലത്തിന്റെ നിർമ്മാണത്തിന് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, പാവറട്ടി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നൊവേന, ലതീഞ്ഞ, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവ നടന്നു. കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടായിരുന്നു. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൊടികയറ്റം കഴിഞ്ഞതോടെ നവനാൾ ആചരണങ്ങൾക്ക് തുടക്കമായി. തിരുനാൾ ദിനം വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 നവനാൾ ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവ ഉണ്ടാകും. 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 150-ാം വാർഷിക തിരുനാളിനോടനുബന്ധിച്ച് മാതൃകാപരമായ കാരുണ്യ പ്രവർത്തനവുമായി നീലങ്കാവിൽ ഫാമിലി അസോസിയേഷൻ. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി 150 നിർധനരായ രോഗികൾക്ക് സൌജന്യമായി ഡയാലിസിസ് മരുന്നുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. പാവർട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് NJ ജെയിംസ്, മാർട്ടിൻ ലൂയിസ്, ബാസ്റ്റിൻ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര തൊഴുപ്പാടം പത്തുതീപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി ആട് വളർത്തലിലൂടെ ഉപജീവനം നടത്തിയിരുന്ന കുടുംബത്തിന് വലിയ സാമ്പത്തിക ആഘാതമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. വിവരമറിഞ്ഞ് ജനപ്രതിനിധികളായ PM അശോകൻ, മുസ്തഫ, സബിത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ഉണ്ടായതിൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. പൊറുത്തിശ്ശേരിയിൽ കള്ള് ഷാപ്പിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന് അധ്യാപകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി.
മണപ്പെട്ടി കുട്ടിവളപ്പിൽ വീട്ടിൽ MG സുഗുണൻ എന്നയാളെയാണ് വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പൊറത്തുശ്ശേരി V1 നഗറിൽ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെ സുഗുണനും പരിസരവാസികളും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. കല്ലേറ്റുംകര പോളിയിലെ അധ്യാപകനായ സുഗുണൻ ജോലിക്ക് പോകുന്നതിനിടെ ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിന് സമീപത്ത് സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ ബൈക്കിനെ വട്ടം വെച്ച് നിർത്തുകയായിരുന്നു. ബ്രേക്കിട്ട സുഗുണൻ ബൈക്കിൽ നിന്ന് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കണ്ട സ്കൂട്ടർ യാത്രികർ സ്കൂട്ടർ എടുത്തു പോകുകയായിരുന്നുവെന്ന് സുഗുണൻ പറയുന്നു. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ സുഗുണൻ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. പകുതിയിലേറെ വിദ്യാർത്ഥികൾക്ക് 90% മാർക്ക് ലഭിച്ചെന്ന് പ്രിൻസിപ്പൽ K. ലേഖ പറഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥിയായ G. നിരഞ്ജൻ 500-ൽ 498 മാർക്ക് വാങ്ങി അഖിലേന്ത്യാ തലത്തിൽ മുൻനിരയിലെത്തി. മികച്ച വിജയം നേടിയ നിരഞ്ജനെയും മാതാപിതാക്കളെയും മാനേജ്മെന്റും പ്രിൻസിപ്പലും അനുമോദിച്ചു. സാഹിത്യ കേസരി പണ്ഡിറ്റ് P. ഗോപാലൻ നായരുടെ 157ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നാരായണാലയത്തിൽ നടത്തിവന്നിരുന്ന ഭാഗവത സപ്താഹം സമാപിച്ചു. വിഷ്ണു സഹസ്രനാമ യജ്ഞാചാര്യനും ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയുമായ മേച്ചേരി കേശവൻ നമ്പൂതിരി ആരതി ഒഴിഞ്ഞ് സമർപ്പിച്ചു. യജ്ഞാചാര്യൻ ഡോക്ടർ TC ഗോവിന്ദൻ നമ്പൂതിരിയെ ആദരിച്ചു. പണ്ഡിറ്റ് B. ഗോപാലൻ നായർ സ്മാരക സമിതി ചെയർമാൻ ആചാര്യ CP നായർ അധ്യക്ഷത വഹിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ആലക്കൽ രാധാകൃഷ്ണൻ നായർ, മമ്മിയൂർ വിജയലക്ഷ്മി, ഗുരുവായൂർ അശോകൻ, കാലടി പ്രേമ പിഷാരടി, B. വിലാസിനിയമ്മ, K. സീമന്തിനി, P. പത്മപ്രഭ, ഡോക്ടർ V. ആശാലത തുടങ്ങിയവർ സംസാരിച്ചു. ചിട്ടി ആർബിട്രേഷൻ ഓഫീസിന് വീണ്ടും തുടർച്ചാനുമതി നൽകി നികുതി വകുപ്പിന്റെ ഉത്തരവ്. എല്ലാ വർഷവും നികുതി വകുപ്പ് പ്രത്യേക ഉത്തരവിലൂടെയാണ് ആർബിട്രേഷൻ ഓഫീസിന് 2019 മുതൽ താൽക്കാലിക പ്രവർത്തനാനുമതി നൽകുന്നത്. തൃശൂരിലെ ആർബിട്രേഷൻ ഓഫീസ് സ്ഥിരമായി പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചാനുമതി. ഓരോ സാമ്പത്തിക വർഷവും ചിട്ടി നടത്തിപ്പുകാരനായ ഹർജിക്കാരൻ പരാതി നൽകിയും കോടതിയെ സമീപിച്ചുമാണ് തുടർച്ചാനുമതി നേടുന്നത്. ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പൈപ്പ് പൊട്ടിയത്. പടിഞ്ഞാറെ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നത്. ഇതേ തുടർന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് റോഡിലൂടെ ഒഴുകിപ്പോയത്. പൈപ്പ് പൊട്ടി അതിശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ വെള്ളക്കെട്ടായി. മണിക്കൂറുകളോളം വെള്ളം ഒഴുകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടാതിരുന്നത് പ്രതിഷേധത്തിന് കാരണമായി. തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും നിലവിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്രയധികം വെള്ളം പാഴായി പോയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവ ചൂണ്ടിക്കാട്ടാനോ പരാതിപ്പെടാനോ കൃത്യമായ ഒരു സംവിധാനമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൈപ്പ് പൊട്ടിയാൽ അത് പരിഹരിക്കാനോ പരാതി കേൾക്കാനോ ആളില്ലാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകർ ഹാഷിം തിരുവത്ര പറഞ്ഞു. വ്യക്തമായിട്ട് വെള്ളങ്ങൾ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് കുടിവെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുദ്ധജലത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടോടെയാണ്. അപ്പോഴാണ് വെള്ളം പാഴായിക്കൊണ്ടിരുന്നത്. ആരടുത്ത് പരാതി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നാളെ മുതൽക്കൂടെ നിരാഹാരം കെടുക്കാൻ പോവാ. ദേശീയപാത അതോറിറ്റിയും ജല അതോറിറ്റിയും ഏകോപനത്തോടെ പ്രവർത്തിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അടിയന്തരമായി പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് ചാവക്കാട്. 9ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവ നഗരിയിൽ സ്ഥാപിക്കാൻ ശില്പമൊരുക്കി ജോത്സൻ വേലൂർ. അന്തരിച്ച പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനാണ് ജോത്സൻ. തുടർച്ചയായി 4ാം തവണയാണ് ഗ്രാമകം നാടകോത്സവത്തിന് ജോത്സൻ ശില്പം തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് ശില്പി ജോൺസൺ വേലൂരാണ് ശില്പങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ജോത്സൻ ഈ ദൌത്യം നിറവേറ്റുകയായിരുന്നു. മുതലയും മത്സ്യവും എന്ന ആശയം അടിസ്ഥാനമാക്കിയാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഫൈബറിൽ തീർത്ത ശില്പത്തിന് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിറങ്ങളാണ് നൽകുന്നത്. ദേശീയ സ്കൂൾ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ കളരിപ്പയറ്റിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും കേരളം സ്വർണം കരസ്ഥമാക്കി.
നെടുവടിപ്പയറ്റ് അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പി ആദിൽ, കെ യജുർ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘം സ്വർണം നേടി. ഈ വിഭാഗത്തിൽ എസ് പുണ്യശ്രീ, വി നിവേദ്യ എന്നിവരും സുവർണ നേട്ടത്തിൽ പങ്കാളികളായി. അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സി കീർത്തനയും പി പി ശ്രീകൃപയുമാണ് സ്വർണം കൈവരിച്ചത്. അണ്ടർ 19 ആൺകുട്ടികളുടെ പോരാട്ടത്തിൽ കെ ഭഗത് ജനൻ, അതിരത് സുജിത്ത് എന്നിവർ കേരളത്തിനായി സ്വർണമണിഞ്ഞു. കയ്പമംഗലം ഐരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമൂടി മഹോത്സവം 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 19-ന് കൊടിയേറും. ഉത്സവ ദിവസമായ 23-ന് രാവിലെ 8:30-ന് ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 4-ന് ഐരൂർ മഹാക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവ ഘോഷയാത്ര, 5-ന് പകൽപൂരവും ഉണ്ടാകും. ക്ഷേത്രം ശാന്തി പി ആർ ലിജേഷ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ ബി ഉണ്ണികൃഷ്ണൻ, പി എസ് സജേഷ്, പി കെ വേലായുധൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ 2025-ലെ ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ശ്രീ ഗുരുവായൂരപ്പൻ അഷ്ടപതി പുരസ്കാരത്തിന് മുതിർന്ന അഷ്ടപതി കലാകാരൻ പെരുമ്പാവൂർ ഊരമന രാജേന്ദ്രമാരാരെ തെരഞ്ഞെടുത്തു. അഷ്ടപതി ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 25,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അഷ്ടപതി സംഗീതോത്സവ ദിനമായ ഏപ്രിൽ 18-ന് വൈകിട്ട് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. CPM മണലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മണലൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റുമായിരുന്ന ടി കെ ഭാസ്കരന്റെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പുത്തനങ്ങാടിയിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ മുതിർന്ന CPM നേതാവ് പി കെ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ, വിവിധ കക്ഷി നേതാക്കളായ പി കെ കൃഷ്ണൻ, പി ടി ജോൺസൺ, ടി ഡി ജോസ്, എം കെ സദാനന്ദൻ, വി എൻ സുർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. വേനലവധിക്കാലം കുട്ടികൾക്ക് സാധാരണയായി യാത്രകളുടെയും കളികളുടെയും സമയമാണ്. എന്നാൽ ഈ വേനലവധിക്കാലം വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ് ഒരു പറ്റം വിദ്യാർത്ഥികൾ. കളികൾക്കൊപ്പം ചെറിയൊരു വരുമാനവും ഒപ്പം പുതിയ ജീവിത പാഠങ്ങളും പഠിക്കാൻ തെരുവോരങ്ങളിൽ കൊച്ചുകടകൾ തുടങ്ങിയിരിക്കുകയാണ് കുട്ടിപ്പട്ടാളം. കത്തുന്ന വേനൽ ചൂടിനെ വകവയ്ക്കാതെ വഴിയരികിലെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. വിവിധതരം മിഠായികൾ, ദാഹമകറ്റാൻ ശീതള പാനീയങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ. കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് വിലപേശാനും സാധനങ്ങൾ വിൽക്കാനുമൊക്കെ പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. വെക്കേഷനായിട്ട് ഒരു കട ആരംഭിക്കാൻ തുടങ്ങി. ഞങ്ങൾ 7 പേര് കട ആരംഭിച്ച് പിന്നെ ഞങ്ങളുടെ കടയിൽ സർബത്ത്, ഉപ്പ് സോഡ അങ്ങനത്തെ പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കി. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം ഇറക്കിയത്. ഞങ്ങൾ തന്നെയാണ് കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചത്. വലിയ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കുട്ടികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ യാത്രക്കാരും നാട്ടുകാരും ഏറെ താല്പര്യം കാണിക്കുന്നു. കുട്ടികളുടെ ഈ കൊച്ചു സംരംഭത്തിന് മികച്ച പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും അപരിചിതരോട് സംസാരിച്ച് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ഇത്തരം അനുഭവങ്ങൾ കുട്ടികളെ സഹായിക്കുമെന്ന് രക്ഷിതാക്കളും പറയുന്നു. സുരക്ഷ ഉറപ്പാക്കി രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പലയിടത്തും ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത്. ഏതൊരു വലിയ സംരംഭവും തുടങ്ങുന്നത് ചെറിയ ചുവടുകളിൽ നിന്നാണ്. അവധിക്കാലം വിശ്രമത്തിന്റേതു മാത്രമല്ല, ജീവിതം പഠിക്കാനുള്ളത് കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഈ കുട്ടിക്കച്ചവടക്കാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചാന്താട്ടം മേടമാസത്തിലെ കാർത്തിക നാളായ ഞായറാഴ്ച നടക്കും.
തെക്കെണ്ണയിൽ കുങ്കുമപ്പൂ, ഗ്രാമ്പൂ, പച്ചകർപ്പൂരം, അഷ്ടഗന്ധം, ജാതിക്ക, ജാതിപത്രി എന്നീ സുഗന്ധദ്രവ്യങ്ങൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് ഭഗവതി വിഗ്രഹത്തിൽ ആടുന്ന ചാന്ത് തയ്യാറാക്കുന്നത്. പന്തിരടി പൂജയ്ക്ക് ശേഷം രാവിലെ 8-ന് ചാന്ത് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് കുന്നത്ത് പരമേശ്വരൻ ഉണ്ണിയടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടക്കും. ശംഖനാദത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ദാരുബിംബത്തിൽ ആടും. ചാന്താട്ടത്തിന് ശേഷം കർക്കിടകം 1-ന് മാത്രമേ തിരുവാഭരണങ്ങൾ ഭഗവതി വിഗ്രഹത്തിൽ ചാർത്തുകയുള്ളൂ. ഗുരുവായൂർ കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ തോമസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ജനറൽ കൺവീനർ സിയോജ് കെ ജെയിംസ്, ട്രസ്റ്റിമാരായ സണ്ണി ചീരൻ, സി വി റെന്നി, ഫ്രാൻസിസ് സേവ്യർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂക്കര സെന്റ് ജോൺ നെംപുസിയൻ ഫൊറോന പള്ളിയുടെ 16ാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് മാർ റാഫേൽ തട്ടിലിന്റെയും മാർ പോളി കണ്ണൂക്കാടിന്റെയും സംയുക്ത കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് വൈകിട്ട് 6-ന് നടക്കുന്ന സമ്മേളനം സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോയ് തെറ്റയിൽ, ജനറൽ കൺവീനർ ഗ്ലെയ്സൺ ആലപ്പാട്ട്, ട്രസ്റ്റി റിജിൻ പാലത്തിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെളുത്തൂർ നമ്പോർക്കാവ് ക്ഷേത്രത്തിലെ മേടഭരണി കാർത്തിക വേലാഘോഷത്തോടനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനവും ഇരട്ടത്തായമ്പകയും നടന്നു. സദനം രാമകൃഷ്ണന്റെയും കല്ലുവഴി പ്രകാശിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇരട്ടത്തായമ്പക. ശനിയാഴ്ച ഭരണിവേല ദിനത്തിൽ വിശേഷാൽ പൂജകളും അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറും. രാത്രി 7-ന് വെടിക്കെട്ടും നടക്കും. ഞായറാഴ്ചയാണ് കാർത്തികവേല. കാണികൾക്ക് ആവേശമായി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ഫുട്ബോൾ ടൂർണമെന്റ്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്താണ് മത്സരം നടക്കുന്നത്. അണ്ടർ 19 ഫുട്ബോൾ മത്സരവും സംസ്ഥാനതല സെവൻസ് മത്സരവുമാണ് ദിവസവും നടക്കുന്നത്. ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. ഇനി വാണിജ്യം. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതുവൈഭവം തീർത്തുകൊണ്ട് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവും കൈമുതലാക്കിയെത്തുന്ന ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7ാമത് ഷോറൂമാണ് തൃശൂർ സിറ്റി സെന്ററിൽ ഉപഭോക്താക്കൾക്കായി തുറന്നിരിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർമാരായ കെ ചേട്ടൻ, രശ്മി, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് ലക്കി ഡ്രോ വഴി ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകുകയും ചെയ്തു. കുറഞ്ഞ പണിക്കൂലിയിൽ മികച്ച ഡിസൈനുകൾ അവതരിപ്പിച്ച് വിപണിയിൽ ശ്രദ്ധേയമായ സ്ഥാനമുറപ്പിച്ച ഹമാര ഗോൾഡൻ ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ്, ഒറിജിനൽ, ആന്റിക്, കുവൈറ്റി, ചെട്ടിനാട്, നഗാസ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകളുടെ സമ്പന്നമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,80 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തമിഴ്നാട് വാൽപ്പാറയിൽ മലയാളി സംഘം സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പേർ സ്ത്രീകൾ. മലപ്പുറം പാങ് LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്.
അടിപ്പാത നിർമ്മാണം ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ശനിയാഴ്ച രാത്രി മുതൽ 6 ദിവസത്തേക്ക് നിരോധിക്കും. തൃശൂർ ചാവക്കാട് പാതയിലെ കടാംതോട് പാലത്തിന്റെ സുരക്ഷയിൽ ആശങ്ക. പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി വൈകുന്നു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ചേലക്കര തൊഴുപ്പാടം പത്തുതീപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി ലക്ഷ്മിക്കുട്ടിയുടെ ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ